വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഗ്ലേസ്, അതായത് ഏത് കളറും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈറ്റ് ഗ്ലേസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ബേസിക് റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണം ആഡ് ചെയ്യാം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലപോലെ ഹോൾഡ് ചെയ്യുന്ന ഗ്ലേസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണണ്ടേ? ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്ലേസ്, അത് വൈറ്റ് ഗ്ലേസ്. അപ്പം നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഡാർക്ക് ഗ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിന്. ഇത് വൈറ്റ് ഗ്ലേസ് ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണേലും ഈ ഗ്ലേസിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഞാൻ ഈ കാണിച്ചു തരുന്ന പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അമേസിങ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഫിനിഷുള്ള ഒട്ടും താഴോട്ട് ലീക്കായി പോകാത്ത ഒരു ഗ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ റെസിപ്പി പെർഫെക്റ്റ് റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ഗ്രാംസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രാംസിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല റെസിപ്പീസ് എല്ലാം ഗ്രാംസിലായിരിക്കും. അത് ചീത്തതെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ ചീത്തയെന്നല്ല പറഞ്ഞത്. നല്ല റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ചില റെസിപ്പീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫെക്റ്റ് പ്രോഡക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാമാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ്. അപ്പം ഗ്ലൂക്കോസ്, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് സിറപ്പാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസ് സിറപ്പ്. ഇത് നിങ്ങൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. വളരെ സുലഭമായിട്ടാണ്, വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അതിന്. പിന്നെ പഞ്ചസാര, പിന്നെ വെള്ളം, കണ്ടൻസ് മിൽക്ക്. ചോക്ലേറ്റ് ആണ് സാധാരണ വൈറ്റ് ഗ്ലേസിന് ഉപയോഗിക്കാറെങ്കിൽ നമ്മൾ കണ്ടൻസ് മിൽക്കാണ് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ജെലാറ്റിൻ, അതുപോലെ തന്നെ വാട്ടർ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതുപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജെലാറ്റിനിലോട്ട് 1/4 എൻ്റെ ഇരിക്കുന്ന ജെലാറ്റിൻ 15 ഗ്രാം ഇടും. 30 അല്ല, ഞാൻ ഹാഫ് റെസിപ്പി എടുത്ത, ഫുൾ റെസിപ്പി എൻ്റെ 30 ഗ്രാമിൻ്റെയാണ്. അപ്പം 15 ഗ്രാം ജെലാറ്റിനിലോട്ട് 1/3 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ബോയിൽ ചെയ്യുവാണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്ക് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് എടുക്കാൻ പാടാണ്. അപ്പോൾ എളുപ്പം വഴിയെന്ന് വെച്ചാൽ വെള്ളം അതുകൊണ്ട് ലാസ്റ്റ് ഒഴിക്കാൻ വെള്ളത്തിൽ തൊടുക, എന്നിട്ട് ഇങ്ങനെ വടിച്ച് കഴിഞ്ഞ് പോകുന്നോളൂ കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. അല്ല ഭയങ്കര പാടാണ് ഗ്ലൂക്കോസ് പോരാൻ വേണ്ടി. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു, വെള്ളം ഒഴിക്കുന്നു. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുണ്ട്. ഇതാണ് തുടക്കം. ഇതാണ് ജെലാറ്റിൻ സെറ്റ് ചെയ്ത് വെക്കുക, എല്ലാം ഒരുമിച്ചിടുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം നമുക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ നല്ല ഫാസ്റ്റായിട്ടിട്ട് തിളപ്പിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമുക്ക് വേണ്ടിയ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 105-നും 108 ഡിഗ്രിക്കും സെൽഷ്യസിനും ഇടയ്ക്കാണ് കേട്ടോ. അപ്പം അതുണ്ടെങ്കിലേ ഉള്ളൂ പ്രോപ്പറായിട്ട് നമ്മുടെ ഗ്ലേസ് ഹോൾഡ് ചെയ്യത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം പല നമ്മൾ റെസിപ്പീസിനും പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്കറിയാം, കേക്ക് ഉണ്ടാക്കുന്ന ആണെങ്കിലും ഗ്ലേസ് മുകളിൽ ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും കേക്കിൻ്റെ മുകളിൽ നിന്നും ഒലിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അത് അടിഭാഗം ഒരു ഫിനിഷും കാണത്തില്ല ആർക്കും. പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മുടെ കേക്ക് ഗ്ലേസ് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും താഴോട്ട് ഇറങ്ങിപ്പോവും. അതേ സമയത്ത് അടിഭാഗത്ത് ഒരു കാരണവശാലും ഇത് ഒലിച്ച് ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതാണ് ഈ ഗ്ലേസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നിങ്ങൾ പലപ്പോഴും കാണാറില്ലേ പഴയ ഇംഗ്ലീഷ് ചാനലുകളിലും, പല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പല ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾ കാണാറുണ്ട്. നല്ല ഗ്ലേസ് കേക്കിന് മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ പല ഡിഫറെൻറ്റ് കളറായിട്ടുള്ള റെയിൻബോസ്, അതുപോലെ തന്നെ വയലറ്റ് കളറുകൾ, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്ലേസ്. പക്ഷേ ഒറ്റ ബേസാണിത്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പലതാക്കിയിട്ട് ഇത് നമ്മൾ കളർ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ സെയിം റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ പടയം ഇപ്പം ബോയിലാവണം. അപ്പം മാക്സിമത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനി എപ്പോഴും നമ്മൾ റെസിപ്പീസ് എടുക്കുമ്പോഴത്തേന് നമ്പർ വെച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് നമ്മുടെ
ഗ്ലേസോ കേക്കോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ഷുഗറും ഗ്ലൂക്കോസും അതുപോലെ തന്നെ വെള്ളവും ഒരുമിച്ചിട്ടത് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 ജെലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചത്. സ്റ്റെപ്പ് നമ്പർ 3 കണ്ടൻസ് മിൽക്ക്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് പോകേണ്ടത് വൺസ് നമ്മുടെ ഷുഗർ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് പോകുന്നതാണ് നമ്മുടെ ജെലാറ്റിൻ. അതിനുശേഷം വൺസ് ജെലാറ്റിൻ ഇത് പോകുമ്പോഴത്തേന് ഒരു കാരണവശാലും നമ്മൾ പിന്നെ ചൂടായിക്കൊണ്ടിരിക്കാനൊന്നും പാടില്ല കേട്ടോ. അവിടെ വെച്ച് ടേൺ ഓഫ് ചെയ്യുക, പിന്നെ ജെലാറ്റിൻ ഇടുക. അതിനുശേഷം ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം തന്നെ അപ്പം തന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്കും ഇട്ട് കൊടുക്കാം. അപ്പം എന്നാണേലും ഇവനിവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഞാനിവിടെ തെർമോമീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇത് കണ്ട, തെർമോമീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ആകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റെസിപ്പി ഞാൻ ഒന്നുകൂടെ പറയാം. 200 ഗ്രാമാണ് ഞാൻ ഗ്ലൂക്കോസ് എടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് സിറപ്പാണ് കേട്ടോ. 200 ഗ്രാം ഗ്ലൂക്കോസ് സിറപ്പ്, അതുപോലെ തന്നെ ഷുഗർ 200 ഗ്രാം, വെള്ളം 200 ഗ്രാം, കണ്ടൻസ് മിൽക്ക് 200 ഗ്രാം, ജെലാറ്റിൻ 15 ഗ്രാം, 1/4 കപ്പ് വെള്ളം. ഇത്രയാണ് ഈ റെസിപ്പിക്ക് നമുക്ക് വേണ്ടത്. ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഉള്ളതല്ല. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കേക്കിൽ ഹോൾഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും ഇവൻ നല്ലോണം ഇവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ വീഡിയോസ് ഓടിച്ചു വിടാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും ഞാനത് കുറച്ച് ഓടിച്ചു വിടുകയാണ്. അണ്ടിൽ ഇവൻ 105 ഡിഗ്രി എത്തുന്നവരെ ഞാൻ വീഡിയോ കുറച്ച് ഓടിച്ചു വിടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 105 ഡിഗ്രി 1 സെൽഷ്യസ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 105 ഡിഗ്രി, അതുപോലെ 2 സെൽഷ്യസ് എക്സ്ട്രാ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വച്ച് നമ്മൾ ഓഫ് ചെയ്യുക. ഇത്രയും മതി നമുക്ക് നമ്മുടെ ഗ്ലേസിന് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കണ്ടീഷനാണ്. സോ ഇതെടുത്ത് മാറ്റി വിടുന്നു കേട്ടോ. നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല, ഇൻഡക്ഷൻ കുക്കറൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യമേ നമ്മൾ മിക്സ് ചെയ്ത ജെലാറ്റിൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷെഫ് ജെലാറ്റിൻ ഹെൽത്തിയർ ആണോ എന്നുള്ളത്. ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസേജ് കേട്ടോ. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നോ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ജെലാറ്റിൻ്റെ പ്രശ്നം. സാധാരണ എൻ്റെ റെസിപ്പീസിലൊന്നും ഞാൻ അമിതമായിട്ട് ജെലാറ്റിൻ ചേർക്കാറില്ല. ആവശ്യത്തിന് സെറ്റാകാനുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ജെലാറ്റിൻ ഇടും. അപ്പോൾ അത് ആ പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ജെലാറ്റിൻ കൂടുതലിൻ്റെ ആവശ്യം വരുന്നത്. ഇതിന് നമുക്ക് വളരെ കുറച്ച് ജെലാറ്റിൻ മാത്രം മതി. ഇപ്പോൾ എന്താണെങ്കിലും കാണാൻ സാധിക്കും ജെലാറ്റിൻ കംപ്ലീറ്റ്ലി മെൽറ്റായി കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ടെമ്പറേച്ചർ കൃത്യമായിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റിക്നെസ് കിട്ടുന്നത്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയുടെ നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെയുള്ള കമ്പനിയുടെ കണ്ടൻസ് മിൽക്ക് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പല കണ്ടൻസ് മിൽക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പല നല്ല ക്വാളിറ്റിയുള്ള കമ്പനീസ് ഒന്നും കിട്ടില്ല. അവസാനം ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് റിവ്യൂസ്, അതായത് കമ്പനിയുടെ റിവ്യൂസ്, പ്രൊഡക്റ്റ് റിവ്യൂസ് നോക്കി സാധനങ്ങൾ മേടിക്കാൻ. നല്ല റിവ്യൂസ് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാം. വില കുറഞ്ഞത് നോക്കി നിങ്ങൾ മേടിക്കേണ്ട. മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാരണവശാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു ചില കണ്ടൻസ് മിൽക്കിന് ചിലപ്പം യെല്ലോയിഷ് ഭയങ്കര കളറായിരിക്കും, ചിലതിന് ഇപ്പോൾ യെല്ലോയിഷ് പോകുന്നതനുസരിച്ച് ലൂസായിരിക്കും അത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലേസുകൾക്കൊന്നും നല്ലതല്ലത്. തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് തിക്കായിട്ടുള്ള കണ്ടൻസ് മിൽക്കും വൈറ്റ് കളർ കൂടിയ കളറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായത്. ഈ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിക്കുക. അപ്പം സ്ട്രെയിനർ വെച്ച് അരിച്ചങ്ങ് മാറ്റുക കേട്ടോ. അരിച്ച് മാറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഗ്ലേസുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് വേണം
ചെയ്യാൻ വേണ്ടി. അപ്പം നന്നായിട്ട് അരിക്കുക. ഇനി ഈ ഗ്ലേസ് ഉപയോഗിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞു തന്നില്ല എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗ്ലേസുകൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ഓവർനൈറ്റ്, അതായത് ഒരു 12 മണിക്കൂറേലും നമ്മൾ റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അലാസ്റ്റിസിറ്റി ഉണ്ട്, ഈ ജെലാറ്റിനുള്ള അലാസ്റ്റിസിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് മെൽറ്റ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഇത് നല്ലോണം സെറ്റാകും. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് സെറ്റാവും. ഇത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ട് ഡബിൾ ബോയിലറോ അല്ലെങ്കിൽ മൈക്രോവേവനോ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്യുമ്പോൾ വാം ചൂടാക്കി, അതായത് ഒരുപാട് തിളപ്പിക്കാതെ വാം ചൂടാക്കി മെൽറ്റ് ചെയ്ത് പോഷൻ ചെയ്ത് നമ്മൾ കളറൊഴിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഒരുപാട് ശരിയാവില്ല. ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള റെസിപ്പികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റെസിപ്പീസ് ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഇത് ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഒരാൾക്കടെയൊക്കെ എടുത്ത് ജോലി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള റെസിപ്പീസ് അവർ തരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ജോർഡി ബോർഡസ് എന്ന് പറഞ്ഞൊരു ഷെഫിൻ്റെ അടുത്താണ്. ഷെഫ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു, പേസ്ട്രി ചാമ്പ്യൻ ആയിരുന്നു. 2011 ഐ തിങ്ക് 2011 ആണ് പുള്ളി. അപ്പോൾ വേൾഡ് പേസ്ട്രി ചാമ്പ്യൻ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വന്നപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയ റെസിപ്പിയാണിത്. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്നുമല്ല, നമ്മൾ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ കള്ളായിപ്പോവും, അത് വേറെ കാര്യം. അങ്ങനെയല്ല. അപ്പോൾ ആളുടെ റെസിപ്പിയാണിത്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി റെസിപ്പി തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഗ്ലേസ് നിങ്ങൾക്ക് പല ഫേസ്ബുക്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലെ കൃത്യമായിട്ടുള്ള ഫിനിഷിങ് നിങ്ങൾക്ക് ഈ ഗ്ലേസ് വെച്ച് കൊടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, റെസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് ഓവർനൈറ്റ് അല്ലെങ്കിൽ 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മെൽറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.